നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെരുന്നാളിനും മറ്റ് വിശേഷ അവസരങ്ങളിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഞാൻ ഓർഡറായിട്ട് ഉണ്ടാക്കിയതാണ്. 4 കിലോൻ്റെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതാ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാല പുരട്ടുന്നതാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു ടൈപ്പിലാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് കറിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഒന്ന് ഗാർണിഷ് ആവുകയും ചെയ്യും കേട്ടോ. കഴിഞ്ഞ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ തലേന്ന് രാത്രിയാണ് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുള്ളത്. ചിക്കന് 1 കിലോ 20 പീസ് ആക്കാനാണ് ഞാൻ പറഞ്ഞത്. അവർ എത്ര ആക്കിയെന്ന് അറിയില്ല, എന്നാലും ഭയങ്കര കുഞ്ഞായി പോയിട്ടുണ്ട്. ഒരു കറി പീസ് പോലെ ആയിട്ടുണ്ട് ഇനി. അപ്പോൾ ഇത് ഇനി പൊരിക്കുമ്പോൾ വളരെ ചെറുതാവുകയും ചെയ്യുമല്ലോ, ചുരുങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ ഈ ചിക്കനൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് ക്ലീൻ ആക്കലാണ് വലിയൊരു ടാസ്ക്. അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഊറ്റി വെക്കുകയാണ്. പിന്നെ അതിനാദ്യം തന്നെ ഞാനൊരു പച്ച മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതൊരു 5-6 പച്ചമുളകും കറിവേപ്പിൻ്റെലയും മല്ലിയിലയും പൊതിനയും ഒക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് മസാലയൊക്കെ തേച്ച് രുചി നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മസാല റെഡിയാക്കുമ്പോൾ ഞാൻ വെള്ളത്തിന് പകരം സുർക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സുർക്കൻ്റെ പുളിയാകുമ്പോഴാണ് ഒന്നുകൂടി ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യുക, നല്ലൊരു ടേസ്റ്റ് ആവുകയും ചെയ്യുക. പിന്നെ നല്ല പേസ്റ്റായി വരുന്നുണ്ട്. പേസ്റ്റ് ആയില്ലെങ്കിൽ നല്ലോണം ഒന്നും കൂടി പേസ്റ്റ് ആക്കണം കേട്ടോ, എങ്കിൽ തന്നെയുള്ള ആ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ചെടുക്കുക. പിന്നെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പച്ച കളറിലുള്ള മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് വെളുത്തുള്ളി ഇഞ്ചി, അപ്പോൾ ഒരു 3 ഉണ്ട വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ഒരു പീസ് ഇഞ്ചിയും ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക, വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവൻ കുരുമുളക് പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാത്തത്. ഇത് നല്ലോണം ഒന്ന് ഫൈൻ പേസ്റ്റ് ആവണം. കാരണം എന്താ വെച്ചാൽ ഈ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ഇത് നല്ലോണം അരഞ്ഞ് ഈ ചിക്കനിൽ ചേർന്നിട്ടില്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുകയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫൈൻ പേസ്റ്റ് ആക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിലുള്ള ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇടുന്നത്. കാശ്മീരി മുളകും സാദാ മുളകും കൂടി കൂട്ടി ചേർത്ത് പൊടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ കളറും കിട്ടും, നല്ല എരിവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ പൊടിപ്പിക്കാറുള്ളത്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി സുർക്ക ഒഴിച്ച് കൊടുക്കണം. ആ ഒരു പുളിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഫസ്റ്റിൽ തന്നെ നമുക്കൊരു അളവ് പറയാൻ കഴിയില്ല. അപ്പോൾ നോക്കി അതിൻ്റെ രുചിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പും അതേപോലെ ഈ സുർക്കയൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ ബിരിയാണി മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഈ ഒരു മസാലപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ അധികം ഇപ്പോൾ ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുക്കൽ. ഇത് ഈ ഒരു ബിരിയാണി മസാലപ്പൊടി ഇങ്ങനെ ഈ ഒരു ചിക്കൻ ഫ്രൈയിലും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമായി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ചധികം തന്നെ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരളവ് പറയാൻ പറ്റൂല. ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്തും കുറച്ചും കൂടിയൊക്കെ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ഞാൻ നോക്കി അതിൻ്റെ കളറും എരിവും ഒക്കെ നോക്കിയിട്ടാണ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ അളവിലാണ് ചേർക്കുന്നതെങ്കിലും കൂടുതൽ അളവിലാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ ആ രുചിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ വെള്ളം വാരാൻ വെച്ചിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കുറേ സമയം, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റെങ്കിലും ഇത് കൈ വെച്ച് മിക്സ് ചെയ്യണം, എങ്കിൽ തന്നെ ഉള്ളൂ ആ ഒരു നല്ല രീതിയിൽ മസാല എല്ലായിടത്തും പിടിക്കുക. പിന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് ഞാനിതാ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണത്തിൽ വേണ്ടി വെച്ചിട്ട് 2 പാത്രമൊക്കെ എടുത്ത് വെച്ചത്, പക്ഷെ ഒന്ന് തന്നെ കൊണ്ടിട്ടോ. പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ ആ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മസാല തേച്ച് പൊരിക്കുന്നതിനേക്കാളും
പിന്നെ ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം വെച്ചാൽ നല്ലതാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇത് നമ്മളന്ന് മാവേലി പോയ സമയത്ത് വാങ്ങിയതാണ്. അപ്പം പുറത്തത്തേക്കാളും നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പുറത്തിപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ. ഓയിലിൽ ചിക്കൻ പൊരിച്ചാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു രുചി വർദ്ധിക്കും. നമ്മൾ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ 500-ൻ്റെ ഒരു കുപ്പിയിലും പിന്നെ അതായി ഒരു കുപ്പിയിലും കൂടി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ, അതേ മുതലാവുള്ളൂ. ഗ്യാസുമ്മൽ വെച്ചിട്ട് കുറേ സമയം ഒരു 2-2.5 മണിക്കൂറോളം തീ കത്തിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ചിക്കൻ ഫുള്ള് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസുമ്മൽ മുതലാവില്ലല്ലോ. അതുമല്ല ഒന്നുകൂടി ഒരു ടേസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പം തന്നെയാണ്. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തിള വന്നതിന് ശേഷം നമ്മളിതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ അതേപോലെ പച്ചമുളക് നെടുക ചീന്തിയതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപാട് ഞെരിയണ്ട, കുറഞ്ഞ ഒരു ഇതിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കുക. മാത്രമല്ല ആ ഒരു കറിവേപ്പിൻ്റെ ഇല പൊരിച്ച ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം അതും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പൊരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ഈ പൊരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കിട്ടും ഈ പൊരിച്ചതിന്. പിന്നെ അതാ പച്ചമുളകും കറിവേപ്പിലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതാ കുറേശ്ശായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പിലായതുകൊണ്ട് ഗ്യാസിനേക്കാളും പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. അത് ഗ്യാസുമേലാകുമ്പോൾ കുറേ സമയം ആ ഒരേ ചെറിയ ഫ്ലെയിമല്ല ഉണ്ടാവുക. പക്ഷേ ഈ അടുപ്പിലാകുമ്പോൾ നല്ല നമുക്ക് കത്തിക്കാമല്ലോ, പെട്ടെന്ന് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ചിക്കൻ പൊരിച്ച് കിട്ടണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അങ്ങനെ എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടാണ് കേട്ടോ ഇത് ഓർഡർ തന്നിട്ടുള്ളത്. അവർ വയനാട്ടിലേക്ക് ടൂറ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഇതിലാകുമ്പോൾ നല്ല സുഖമാണ്. ഞങ്ങൾ ഇതിൽ കൂടിയാണല്ലോ, വയനാട് റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വയനാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ ഓർഡർ തന്നാൽ സുഖമാണ്. തിരിച്ചു വരുമ്പോൾ പാത്രം ഇവിടെ തരികയും ചെയ്യാമല്ലോ. ഇത് ഓർഡർ തന്നപ്പോൾ തന്നെ അവൻ പറയുകയും ചെയ്തു കേട്ടോ, ബിരിയാണീൻ്റെ ഒന്നായിട്ടൊരു വണ്ടി വിളിച്ച് പോകും. അപ്പോൾ വേറെ ആളാണ് ബിരിയാണി, എനിക്ക് എൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ആ ബിരിയാണീൻ്റെ ഓർഡർ എനിക്ക് തന്നെ കിട്ടേനി. അത് കുഴപ്പമില്ല, നമുക്കുള്ളതല്ലേ നമുക്ക് കിട്ടുള്ളൂ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് എന്താണോ അർഹതപ്പെട്ടത് അതേ നമുക്ക് കിട്ടുള്ളൂ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ഒക്കെ ഒരു കുറേ ട്രിപ്പായിട്ടാണ് കേട്ടോ, കുറേശ്ശെ കൂടുതലിട്ടാൽ പെട്ടെന്ന് ഞെരിഞ്ഞ് വരുമല്ലോ. അങ്ങനെ പൊരിച്ചെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം അതായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചൂട് പോയതിൻ്റെ ശേഷമാണ് മൂടി വെക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം ഈ ചിക്കനിലേക്ക് വീഴും. അതുകൊണ്ട് കുറഞ്ഞ രീതിയിൽ പുറത്തേക്ക് ഇതാക്കിയിട്ടാണ് കേട്ടോ അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓർഡർ കിട്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഇത്രത്തോനെ ഉണ്ടായത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.